Hey guys, എല്ലാവർക്കും ബി ടോക്സിലോട്ട് സ്വാഗതം. ഗൈസ് ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളൊരു സ്പെഷ്യൽ ചാലഞ്ച് ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഒരു കിടിലായിട്ടുള്ള ചാലഞ്ച് ആണ്, മറ്റൊന്നല്ല ആക്ടിംഗ് ചാലഞ്ച്. സൂപ്പർ ചാലഞ്ച്. അതിനോട് 100% ഞാൻ യോജിക്കും. സത്യം ഇവിടെ പിന്നെ എക്സ്പ്രഷൻസ് ഒന്നും വരില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ കളി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഞാൻ കുറച്ച് സിനിമ പേരുകളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ സിനിമ പേര് ഒരാള് കാണിച്ചു കൊടുക്കും. ഓക്കെ, എന്നിട്ട് അത് നമ്മൾ ആക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കണം, മനസ്സിലായില്ലേ? ഇതിന് വേറെ എന്തൊക്കെ പേര് പറയും തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. ശിക്ഷ നമുക്ക് റെഡിയാക്കാം ഗൈസ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഗെയിമിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ ചെറിയൊരു പ്രൈസും കൊടുക്കുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാനാണ് അവിടെ പോയി അഭിനയിക്കുന്നെങ്കിൽ ഓക്കെ, ഞാൻ അഭിനയിച്ച് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും പ്രൈസ് കിട്ടും, ആ പറഞ്ഞ ആൾക്കും പ്രൈസ് കിട്ടും ഗൈസ്. ഓക്കെ, സോ സെറ്റ് അല്ലേ? പറയാം ഗൈസ്. അപ്പൊ ഇഷ്ടം പോലെ സിനിമ പേരുകൾ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും പേപ്പറിൽ എഴുതി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൂട്ടിൽ നിന്ന് ആരാണ് ആദ്യം അഭിനയിച്ച് തകർക്കാൻ വേണ്ടി പോകുന്നത്? ഓക്കെ, ഇതൊന്നും ഒന്ന് ചൂസ് ചെയ്യാ, എന്നിട്ട് പോയി തകർത്ത് അഭിനയിക്കുക ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും AK ഒരെണ്ണം എടുത്തിട്ടുണ്ട്. AK സെറ്റ് അല്ലേ? റെഡി അല്ലേ? പോരട്ടെ. മയിൽ, കിളി, പക്ഷി, ഡ്രൈവർ, അല്ലേ ബോട്ടാണോ വിമാനാണോ? എയർപ്ലെയിൻ, വിമാനം, അതിലൂടെ വണ്ടി. खत्म बाय बाय टाटा गुड बाय. അയ്യോ ബസ്. അയ്യോ ഗൈസ്, അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കിടിലായിട്ട് പെട്ടെന്ന് തന്നെ ഗൈസ് ഉത്തരം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വാസ്കോ. ഓക്കെ, അപ്പൊ ഉത്തരം പറഞ്ഞ ആൾക്ക് നമ്മൾ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവര് അഭിനയിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല, വെറുതെ ഇങ്ങനെ മാത്രം കാണിച്ചോളൂ. ഓ അങ്ങനെ ബസ് പോലും മനസ്സിലായില്ല, ബസ് എങ്ങനെയാന്നൊക്കെ ചോദിക്കുന്നത്. അതൊക്കെ മനസ്സിലാച്ചാൽ തന്നെ കിട്ടൂലേ ബൈ. അയ്യോ നിങ്ങൾക്ക് ഇല്ലേ? ഷെയറൊന്നും ഇല്ല എന്റെ കമ്പനിയിൽ, ഞാൻ ഷെയർ തരൂല. നമ്മുടെ അടുത്ത് നമ്മൾ അഭിനയിച്ച് തകർക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മറ്റല്ല നമ്മുടെ വാസ്കോ ആണ്. ഓക്കെ, സോ വാസ്കോ എന്നാ പിടിച്ചതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തോ. തകർക്കു സഹോദര. മാറിയില്ല, ടോപ്പിൽ തന്നെ എടുത്ത് കഴിച്ചു. പറഞ്ഞ ബുദ്ധിമുട്ടാണ് എന്താ. റെഡി അല്ലേ? വാസ്കോ റെഡി അല്ലേ? ഓക്കെ, പടം ഏതാന്ന് മനസ്സിലായോ? എന്നാ പറ. പറയട്ടെ. അല്ല പറയല്ല, അഭിനയിക്ക്. ബൈക്ക്, ബൈക്ക്, വണ്ടി, ഓട്ടോ, ഓട്ടോ, കൊച്ചിരാജാവ്, കൊച്ചിരാജാവാ? ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ, ഓട്ടോഗ്രാഫ്, മോഹൻലാൽ, സുരേഷ് ഗോപി. പിന്നെ രജനീകാന്ത്. പിന്നെ സിനിമാ നടനെ ഏതാണെന്ന് നടനെ കാണിക്കാ. സിനിമ ഏതാണെന്ന് അറിയില്ല. മമ്മൂട്ടി. മമ്മൂട്ടി. ഓക്കെ, മമ്മൂട്ടി വലുതാണ്. ബിഗ് ബി ആണോ? പട്ടണത്തിൽ ഭൂതണോ? നീ മമ്മൂട്ടി. നീ മമ്മൂട്ടിയായി. മമ്മൂട്ടി അനിയൻ, ഏട്ടൻ, വലിയേട്ടൻ, അണ്ണൻ തമ്പി, വലിയേട്ടനാ. മറ്റേ ഭൂതാണോ? പട്ടണത്തിൽ അതാ. അയ്യോ, ഞാൻ നേരത്തെ പറഞ്ഞ ചമ്മിത. അത് മമ്മൂട്ടിയുടെ അനിയൻ. നിന്റെ പ്രശ്നം എന്താ? ചേട്ടനാണ് മമ്മൂട്ടിയുടെ ചേട്ടൻ. മമ്മൂട്ടിയുടെ ചേട്ടൻ മമ്മൂട്ടിയുടെ അനിയൻ മമ്മൂട്ടി. ഡബിൾ റോളാണോ? പിന്നെ എന്തൊക്കെ കാണിക്കണേ? അത് നേരത്തെ ഞാൻ പറഞ്ഞ ചമ്മിത. എടാ, മമ്മൂട്ടി അതിൽ ചേട്ടനായിട്ടാണ് അഭിനയിക്കുന്നത്. ഓക്കെ, മമ്മൂട്ടി ചേട്ടനായിട്ടാണ് അഭിനയിക്കുന്നത്. ചേട്ടൻ മീൻസ് ബ്രദർ. ഒന്നുമില്ല, അഭിനയിച്ചോ. നീ കുട്ടിയാണ് അതില്. മമ്മൂട്ടിയുടെ ചെറുപ്പകാലം. പിന്നെ മമ്മൂട്ടി ചേട്ടൻ, മമ്മൂട്ടി നീ ഏത് സിനിമയിൽ അഭിനയിച്ച നീ എന്നൊക്കെ പറയാൻ നീ കാണിക്കാൻ പോകുന്നത് അതാണ് ഉദ്ദേശിച്ചത്. അനിയനെ കാണി. അതാണോ സുരേഷ് ഗോപി?
എടാ സിനിമയുടെ പേര് അഭിനയിച്ച് കാണിക്കടാ. നീ കഥ പറയാണ്ട് കഥ അഭിനയിച്ച് കാണിക്കുന്നത്. ഞാൻ ഒരു ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യം പറയട്ടെ, ഇതൊന്നും ആയിരിക്കില്ല അത്. ഓക്കെ, ഇനി അഭിനയിച്ചോ. ഇനി പറ. വടി മീശയും വാളോ ഗുണ്ടാണോ? ഈരപ്പനാണോ? ഗുണ്ട. ആ മറ്റേത് ഇത്. അയ്യോ അയ്യോ കിട്ടണ. മറ്റേത് ഉയ്യോ പറ. ചേട്ടൻ മമ്മൂട്ടി ഉണ്ടാ. ഭീഷ്മ പറഞ്ഞതോ അല്ലേ? ഭീഷ്മ പർവ്വതോ? എന്തോ ആയിക്കോട്ടെ. അതല്ലേ മമ്മൂട്ടി ഗുണ്ടാണ്. പഴയ പടമാണോ? അല്ലേ എടാ മമ്മൂട്ടി വില്ലനാണോ അതില്? മമ്മൂട്ടി ഫുഡ് കൊടുക്കുക. അതാവുമ്പോ പെട്ടെന്ന് കണ്ടുപിടിക്കും എളുപ്പം. ഞാൻ തോറ്റു കേട്ടോ. അവനല്ല തോറ്റു, ഞാൻ തോറ്റു. സിനിമ പേര് അഭിനയിച്ച് കാണിക്കുക. നീ ആദ്യത്തെ അക്ഷരം അഭിനയിക്കേ. ഇതാര് ജയനുണ്ടാ? ജയനാ. അത് അവൻ കൈ മടക്കിയതാ, ജയനല്ല. ഫുൾ സ്ലീവ് അല്ലേ? സത്യം പറ, നീ ആ സിനിമ കണ്ടാ? പറഞ്ഞോടാ പൊട്ട. അവൻ അഭിനയിക്കണം, പിന്നെ അവനവിടെ നിൽക്കുന്നത്. പക്ഷി. പായാണ് പൊസക്ഷൻ. പൂ. പാന്റെ വരെ പാ പീ പൂ പേ പോ 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 പോ. പൊട്ടൻ. പോസ്കോ. അയ്യല്ല. പൊങ്കാല. പോ. ഗൈസ് ഓക്കെ, അപ്പൊ നമ്മുടെ വാസ്കോന്റെ ചാൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പ്രൈസ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഉത്തരം പറഞ്ഞത് ആരാണ്? അല്ല പ്രൈസ് എന്തിന്? അല്ല, ഉത്തരം പറഞ്ഞ കൊമ്പന് കൊടുക്കണല്ലോ. ഉത്തരം പറഞ്ഞ കൊമ്പന്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അഭിനയിച്ച ആൾക്കില്ല. കാരണം ഒരുപാട് സമയം എടുത്തു. ഇത് സമയം ഓവർ എടുത്തോണ്ട് ഗൈസ് ഓക്കെ, നമ്മൾ വാസ്കോക്ക് എന്തായാലും തൽക്കാലം കൊടുക്കുന്നില്ല. ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം. ഗൈസ് അപ്പൊ അടുത്തത് ഞാൻ തന്നെയാണ്, വേറെ ആരുമില്ല. കൊണ്ടാ ഗൈസ് ഓക്കെ, എടുത്തിട്ടുണ്ട്. ലാലേട്ടന്റെ പടം. ലാലേട്ടന്റെ പടം. തമ്പ്. ഓട്ട് ഇടിപടം. ഓക്കെ. എനിക്കൊക്കെ പ്രശ്നം. ഓക്കെ. ആറാട്ട് ആണോ? 6-ാം നമ്പരാൻ. അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മൾ അഭിനയിച്ച സ്ഥിതി, തകർത്ത സ്ഥിതിക്ക് ഓക്കെ പിടിച്ചോ. ഓക്കെ, ഞാൻ എന്റെ കൊമ്പനെ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ ശരി, പിന്നെ തരാം. എനിക്കറിയാതെ ഞാൻ ഇത് ചുമ്മാ ഇങ്ങനെ സാറില്ല. ഒന്നെടുത്തോളൂ. സത്യം കൊമ്പനാകുമ്പോ പെട്ടെന്ന് കണ്ടുപിടിക്കാം. അത് അത്രേ ഉള്ളൂ. ബിസ്ക്കറ്റ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലാന്ന് പറയായിരുന്നു. മമ്മൂട്ടി. ലാലേട്ടൻ. വായോർക്കരുത്. ശരി, ടിക്ക്. തെറ്റ്. ശരിയാണ്. ശരി. ശരിയാ. ശരിയുടെ ഓപ്പോസിറ്റ് തെറ്റി. പഴ. നീ പിന്നെന്ത് വേറെത്? ശരി, നല്ലത്. ഗുഡ്. ശരിയായ. നേരായ. നരനാണോ? നേരോ? അയ്യോ, ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. പണിഷ്മെന്റ് എന്ത് കൊടുക്കണം? ട്രെൻഡിങ് സോങ്. രണ്ടാമത്തെ റൗണ്ടിലോട്ട് നമ്മൾ പോവാണ്. ബിസ്ക്കറ്റ് ആടപ്പ തരാ മണ്ടത്തരം കാട്ടിന് ഗൈസ്. ഞാൻ പറഞ്ഞതൊന്നും ഇപ്പൊ കേട്ടോ ഒന്ന് എന്ത് ചെയ്യാനാ. അപ്പൊ എന്തായാലും അയ്യോ ഇടയിൽ വന്നിരുന്ന് വിളിക്കില്ലെന്ന് വിചാരിച്ചു ആദ്യം. ഓക്കെ, ബിസ്ക്കറ്റ് വേണ്ടാന്നോ? ഓക്കെ ശരി, ബിസ്ക്കറ്റ് വേണ്ടേ? നീ എന്ത് വേണം ഉദ്ദേശിച്ചോക്കെ? ബിസ്ക്കറ്റ് വേണ്ട. അയ്യോ മമ്മൂട്ടി. ഓക്കെ. പശു. പോത്ത്.
പോത്ത്. മമ്മൂട്ടി പോത്ത് തിന്നോ? അയ്യോ പോത്തമ്പാവ. മമ്മൂട്ടിയാണ് നടൻ. ഓക്കെ. കാള. പോത്തമ്പാവയാണോ? പോത്തമ്പാവ. കാള. ഞാൻ പറയട്ടെ പശു. പോത്ത്. ആ കൊറേ വണ്ടിയുള്ള പോത്ത്. ആ കൊറേ ജീപ്പ് മറ്റേ അയ്യോ കൊമ്പനാവേഡ് ചെയ്തല്ലോ. എടാ മമ്മൂട്ടി കാളയാണ്. എന്താണ് കാള കച്ചവടാണോ? പോത്ത് കച്ചവടം. പോത്ത് കച്ചവടക്കാരനായിട്ട് ഏത് പടത്തിലുണ്ടല്ലോ? പോത്തമ്പാവ. മറ്റേ ബെൻസ് ഒക്കെ ഉണ്ടോ വണ്ടിയില് മമ്മൂട്ടിക്ക്? ജീപ്പുണ്ടാ? സ്കോർപിയോ ഉണ്ടാ? കൂടെ ആൾക്കാരുണ്ടാ? ഗുണ്ടയാണോ? രാജാവാണോ? രാജാവാണോ? രാജാവെന്ന് പേരിലുണ്ടോ? തമിഴ്നാട് രാജാവാണോ? തമിഴ്നാട് രാജാവാണോ? മമ്മൂട്ടി രാജാവ് കൊച്ചി രാജാവൻ. രാജാവൻ. രാജാവ്. രാജാതി രാജാണോ? രാജാജി രാജ. രാക്ഷസ രാജ. മണി. മണി രാജ. രാജമണി രാജമണി. രാജമാണിക്യം. രാജമാണിക്യം. എനിക്ക് ബിസ്ക്കറ്റ് വേണം. ഇത്ര നേരം കിട്ടിയില്ല. എപ്പോഴാ കിട്ടിയത്? പ്രൈസ് തരാം പെട്ടെന്ന്. ഓക്കെ ഗൈസ്, അപ്പൊ ഏക്കന്റെ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും രണ്ടാമത്തെ റൗണ്ടില് ഗൈസ് രണ്ടാമത് ആരാന്നറിയാലോ? രണ്ടു മണിക്കൂർ കൊണ്ട് പറയും. ഇത് നിനക്ക് ഞാൻ ചെറുത് നോക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഒളിഞ്ഞു നോക്കുന്നു. കഥക് പുറത്തേക്ക് നോക്കുന്നു. മുൻ നമ്പർ നോക്കുന്നു. കഥക് ആരുടെ സിനിമ? ആരുടെ സിനിമ എന്നാണോ? മോഹൻലാല്. എടാ സിനിമ നടനെ ആദ്യം ഇത് കാണിക്കുന്നു. നടനെ കാണിക്കുന്നത് നടനവൻ കാണിക്കുന്നടാ. ഇങ്ങനെ പറഞ്ഞിട്ട് ഏത് നാടൻ? ബോള്. പ്രഭാതം. സൂര്യൻ. തട്ടി. ചോറോ എന്തെങ്കിലും കൊടുക്കണ. കലം. ബാക്കി കളിക്കണമെങ്കിൽ ചോറാണെന്ന്. ലവല്ലേ? സൂര്യനാണോ? വെട്ടുന്ന സാധനം. ചക്ക. ചക്കയുടെ വേറെ ജാക്ക് ഫ്രൂട്ട്. ഒരു മിനിറ്റ് കുറെ നേരം ഇങ്ങനെ കാണിക്കുന്നത്. ചോറ്. പുഴ. തിന്നണാണോ? എടി, ഇങ്ങനെ ഒഴിച്ച് എന്താ? തിന്നണ സാധനമാണ്. ഇന്നിപ്പോ ഒരു വേണം. അതാണ് അതല്ലേ ഇതൊക്കെ കാണിച്ച അത് വേണം. പെട്ടെന്ന് ഊണ്. സദ്യ. സദ്യ. ചിക്കൻ. കറിയിലിടാണ്. സാമ്പാർ. പച്ചക്കറിയാണോ? സാമ്പാറ് വേറെ. പച്ചക്കറിയാണോ? മത്തങ്ങ. മത്തങ്ങ. തണ്ണിമത്തൻ. എന്തൊരു പാടത്. രാഷ്ട്രീയക്കാരാണോ? ഇതെന്ത് സാധനം? ലൈറ്റ്. വാറ്. അല്ല വാതിൽ. ഡോറ്. വാതിൽ. വാതിലിൽ ഒളിഞ്ഞു നോക്കുന്ന കള്ളനാണോ? മത്തങ്ങ കള്ളൻ അല്ല. നേരത്തെ എന്റെ രാജമണിക്ക് ഫസ്റ്റ് കിട്ടിയിട്ട് പറയാണ്ടിരുന്നവനാ. അയ്യോ നീ അഭിനയിക്കടാ. അതുപോലെ ആകാശം. നീ ഇനി അഭിനയിക്കടാ. സൂര്യൻ. ചന്ദ്രൻ. രാവിലെ. രാത്രി. രാത്രി. രാത്രിയിൽ കള്ള വരുന്നത്. എടാ ഞാൻ പറയാം. മച്ചിൻ മുകളിൽ അച്യുതൻ. അതാണോ? നല്ല പടം. രാത്രിയാണ് സംഭവം. പകലാണ് സംഭവം. നൈറ്റ്. കുമ്പളങ്ങി നൈറ്റ്സ് ആണോ? ഇതെങ്ങനെ കുമ്പളങ്ങയാണ്? കുമ്പളങ്ങിയാണ് ഉദ്ദേശിച്ചത്. നീ ഒന്ന് കുമ്പളങ്ങി കാണിച്ചെന്ന. ഞാൻ കൊമ്പൻ. നടൻ അർജുൻ. കൊമ്പന്റെ വേറെ. അർജുനാണ് നടൻ. ഏതർജുൻ? അർജുൻ അശോകനാണ് നടൻ. പട്ടിയുടെ പടം. സിനിമ. സിമ്പിളൊക്കെ കൊടുക്കുന്നേ. പട്ടിയായിട്ടുള്ള പടം അല്ലേ? കുറയ്ക്കണവൻ. അർജുൻ. മനുഷ്യൻ. ആന. നീ ആനല്ലേ പട്ടിയാണോ പറയണേ? കൊരയ്ക്ക. അയ്യേ പിടിച്ച പട്ടി. നീ ഇത് ഞാൻ പറയട്ടെ. റിംഗ് മാസ്റ്റർ അല്ല. റിംഗ് മാസ്റ്റർ അല്ല. നീ അതല്ല വെച്ചേ. റിംഗ് മാസ്റ്റർ അല്ലേ? ദിലീപിന്റെ പടം. ദിലീപിന്റെ പടം. ദിലീപ് ചാന്തോട്ട്. മായമോഹിനിയ. മായമോഹിനിക്കകത്തോടെ പട്ടി.
പട്ടിയെ മായമോഹിനിക്കത്തോടെ പട്ടി എടാ അവൻ പട്ടിയില്ല ദിലീപിനെ കാണിച്ചേ സോ ഗൈസ് അപ്പൊ നമ്മുടെ ഈ ഒരു റൗണ്ടിൽ അവസാനത്തെ ആളാണ് ഗൈസ്. ഓക്കെ കൊമ്പന്റെ കൂടെ നമ്മുടെ ഈ ഒരു ചാലഞ്ച് അവസാനിക്കും. സോ ഗൈസ് അതിന് മുന്നായിട്ട് നമ്മുടെ ചാലഞ്ച് എല്ലാവരും ഒന്നില്ലേ ലൈക്ക് അടിക്കുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ ഇതുപോലെ കിടില ചാലഞ്ച് വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ കൊമ്പന് കൊമ്പൻ രണ്ടെണ്ണം ഏതെടുത്ത നടനാരാന്ന് കാണിക്ക് മമ്മൂട്ടി. ഉണ്ടാ ബോള് കുമ്പളങ്ങി ഇനി മുതൽ ഇത് കുമ്പളങ്ങായിട്ട് അറിയപ്പെടും. രാജാവാണോ? ഒക്കത്ത് കൊച്ചല്ലേ ഇത്. കൂന് റെയ്. മാരി തണുപ്പ് വെള്ളം കുടിച്ചു. വെള്ളത്തിന്റെ പാക്കറ്റ് ആണോ? വെള്ളത്തോല് ബോട്ടിലാണോ? ബോട്ടില് കുപ്പി വെള്ളക്കുപ്പി ബക്കറ്റാണോ? പട്ടണത്തിൽ ഭൂതം വെള്ളം നിറച്ചു വെക്കുന്ന സാധനമാണ്. കലം കലം കൊടം കടം കലം കൊടം മൺകുടം കലം കൊടം കലം പഴം കലക്കി ഇത് മമ്മൂട്ടി തമ്മിലിപ്പോ ബന്ധം. മഴ കലം 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 വണ്ടിക്കലം കലാകാരനാണോ? കപ്പലണ്ടി ബൈക്ക് കാർ കലം വണ്ടി വെള്ളം കുടിച്ച് ഓടുന്ന വണ്ടിയോ? വാട്ടർ കുടിവെള്ളം ബസ് ബോട്ടാണോ? ബോട്ട് വാട്ടർ ബോട്ട് ചവിട്ടി പൊളിച്ചാ? അയ്യോ എനിക്ക് കിട്ടി. ഇതില് അമ്മി തൂക്കി നടക്കുന്നതാണോ നീ പറയുന്നത്? അമ്മി തൂക്കി പറയട്ടെ ആ പടത്തിന്റെ പടത്തിന്റെ പേര് കിട്ടുന്നില്ല. അമ്മി തൂക്കിപ്പോ മുട്ടിയത് കൂടെ കിട്ടുന്നില്ലേ? ആ മായാവിയ അയ്യോ മായാവിയില് സലികുമ എടാ ഇങ്ങനെ കാണിച്ച പോറാ മായാവിക്ക് ഇങ്ങനെ രണ്ട് കൊമ്പം വെച്ചിട്ട് പറഞ്ഞ ശരി. പേര് പറയണമെന്ന് പറഞ്ഞ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞ അപ്പൊ പിന്നെ അവനെന്താ പറഞ്ഞ? അവൻ ഇവൻ മറ്റേ അമ്മീന്ന് മമ്മൂട്ടി അമ്മി പിടിച്ചടക്കണെന്ന് പറഞ്ഞ അവൻ പറഞ്ഞല്ലടാ അവന് കിട്ടി. പക്ഷെ പേരറിയും പേര് വരാൻ പറഞ്ഞോളൂ. ഗൈസ് ഓക്കെ അപ്പൊ നമ്മുടെ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് ഓക്കെ അടുത്തൊരു ഇതുപോലൊരു കിടില ചാലഞ്ച് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ സോ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.